പ്രിയമുള്ളവർ, ഏവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുവാനുദ്ദേശിക്കുന്നത് മലയാളികൾക്ക് പരിചയമുള്ളതും പഴക്കം ചെന്നതും പ്രചാരത്തിലിരിക്കുന്നതും ആയിട്ടുള്ള ഒരു വാക്കിനെ കുറിച്ചാണ്. കേൾക്കുമ്പോൾ നിസ്സാരം ഒരു വാക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് നോക്കും. എത്രയോ വാക്കുകൾ അങ്ങനെ ഉണ്ടല്ലേ. ഇത് രസകരമായിട്ടുള്ളൊരിതാണ്. നമ്മൾ വിഡ്ഢി കുസ്മാണ്ഡം എന്ന് സാധാരണ പറയാറുണ്ട്. മണ്ഡന്മാരെയും കാര്യവിവരമില്ലാത്തവരെയും ഉദ്ദേശിച്ചാണ് നമ്മളത് പ്രയോഗിക്കുന്നത്. എന്നാൽ ആ പ്രയോഗം അസ്ഥാനത്താണ് എന്ന് അധികമാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. സംസ്കൃതത്തിൽ കുമ്പളങ്ങയ്ക്ക് കുസ്മാണ്ഡം എന്നാണ് പറയുന്നത്. അത് രണ്ട് പദങ്ങളുടെ സമാസമാണ്. കുസ്മം, അണ്ഡം. കുസ്മം എന്ന് പറഞ്ഞാൽ ബുദ്ധി, അണ്ഡം എന്ന് പറഞ്ഞാൽ ബീജം. അപ്പോൾ സമാസം ചേർത്ത് പറയുമ്പോൾ ബുദ്ധിയുടെ അണ്ഡം. എത്ര മനോഹരമായ വാക്കാണ്. അപ്പോൾ കുമ്പളയ്ക്ക് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കണം. ബുദ്ധിയുടെ അണ്ഡം ബീജമാണെങ്കിൽ ആ കുമ്പളങ്ങയ്ക്ക് എത്രയോ പ്രാധാന്യമുണ്ട്. ആയുർവേദത്തിൽ പ്രാചീനകാലം മുതലേ ഉള്ള ഒരു സിദ്ധ ഔഷധമാണ് കുസ്മാണ്ഡ രസായനം. ബുദ്ധി ഉണർവിനും ഓർമ്മശക്തിക്കും വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള വാക്കിനെയാണ് നമ്മളിവിടെ വിഡ്ഢികളുടെ മേലെ വച്ച് കിട്ടുന്നത്. എത്ര വിരോധാഭാസമാണ്. ഇങ്ങനെയല്ല, ഒരുപാട് വാക്കുകൾ ഇങ്ങനെയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്, നമുക്കതിനെ പറ്റി പറയാം. ഈ പ്രയോഗം എങ്ങനെ ഭാഷയിൽ കടന്നുകൂടി എന്ന് നോക്കാം. അതും വളരെ രസകരമാണ്. പണ്ട് കോഴിക്കോട് ഭാഗത്ത് ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു വിഷവൈദ്യനുണ്ടായിരുന്നു. അദ്ദേഹം മരുന്നോ മറ്റുകൊണ്ടല്ല വിഷമറുക്കുന്നത്, മന്ത്രം ജപിച്ചാണ് അദ്ദേഹം. അപ്പോൾ വിഷം തീണ്ടി വരുന്നവർക്ക് മന്ത്രം ജപിച്ച് പാലോ ഇളനീരോ ശുദ്ധമായ ജലമോ കൊടുക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടാണ് വിഷം ഇറക്കുന്നത്. അപ്പോൾ വളരെ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം ഈ വിദ്യ പഠിക്കാൻ ആഗ്രഹിച്ച് ചെല്ലുന്ന ആരുണ്ടെങ്കിലും അവരെല്ലാം ഈ വിദ്യ പഠിപ്പിച്ചു തന്നു. അതിന് വലിയ പ്രതിഫലമൊന്നും വാങ്ങിച്ചിരുന്നില്ല. ആരെങ്കിലും വല്ല ദക്ഷിണയും കൊടുത്താൽ അത് വാങ്ങിക്കും. അതായിരുന്നു അദ്ദേഹം. അവർക്കത് ഉപദേശിച്ചും കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിദ്വാന് ഈ വിദ്യ പഠിക്കണമെന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ ദക്ഷിണ കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് വീട്ടുമുറ്റത്ത് കാച്ചു കിടക്കുന്ന കുമ്പളങ്ങ കണ്ടു. നിറയെ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത് കൊടുക്കാൻ ഗുരുവിന് എന്ന് പറഞ്ഞ് ആ കുമ്പളങ്ങ കുറേ 5-6 പൊട്ടിച്ച് ഒരു വട്ടിയിലാക്കി രാവിലെ കുളിയും ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി അതും തലയിലേറ്റി വൈദ്യൻ്റെ അടുക്ക് ചെന്നു. അവിടെ ചെന്ന് ഉമ്മർത്തുനിന്ന് വിളിച്ചു. വൈദ്യൻ അപ്പോൾ എഴുന്നേറ്റുള്ളൂ. അദ്ദേഹം ശബ്ദം കേട്ട് എഴുന്നേറ്റ് ഉമ്മർത്തെ കതക് തുറക്കലും തലയിൽ കുമ്പളഞ്ഞ കൊട്ടയായിട്ട് നിൽക്കുന്ന ആളെയാണ് കണ്ടത്. അത് കണ്ട പാടെ അദ്ദേഹത്തിൻ്റെ കലി കയറി. ഒന്നാമത്തെ കണി കാണാൻ കൊള്ളില്ല എന്നൊരു കേൾവിദോഷം ഈ കുമ്പളങ്ങയ്ക്കുണ്ട്. പിന്നെ ഇത്രയധികം കുമ്പളങ്ങ, ഒരു കുമ്പളങ്ങയോ
രണ്ടുമാണ് കറി വയ്ക്കാനൊക്കെ ആണെങ്കിൽ. ഇത് കച്ചവടത്തിനൊന്നും അല്ലല്ലോ. ഇതൊക്കെ പാട് കണ്ടപ്പോൾ അതിന് ഭയങ്കര ഉടനെ അദ്ദേഹം വെട്ടി ഈ കുസ്വാണം എന്ന് പറഞ്ഞു. ഇത് കേക്ക് പാടെ ഇയാൾ കിടുകിടാ പറിച്ചിട്ട് ഒറ്റ ഓട്ടമാണ്. വിട്ടി കുസ്മാണ്ടെന്ന് പറഞ്ഞു. ബാക്കി വാക്ക് എന്താ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ച് അദ്ദേഹം ഓടിക്കഴിഞ്ഞു. ആ വന്ന ആൾ ഓടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നീട് അദ്ദേഹം വൈദ്യനായി എന്നാണ് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ വിട്ടി കുസ്മാണം ഇങ്ങനെ പറഞ്ഞ് അതൊരു മന്ത്രം പോലെ ജപിച്ച് സിദ്ധി നേടി വലിയ വിഷവൈദ്യനായി എന്നൊക്കെ പറയേണ്ട. അതെന്തുമായിട്ട് ആ വശത്തേക്ക് നമുക്ക് പോകണ്ട. അപ്പം അങ്ങനെ വന്നൊരു വാക്കാണ് വിട്ടി കുസ്മാണ്ഡം. ഇനി ആരെയും നമ്മളങ്ങനെ പറഞ്ഞു പോകരുത്. കുമ്പളങ്ങ വളരെ നല്ലതാണ്, അത് ബുദ്ധി ഉണർവിന് നല്ലതാണെന്ന് പരമ്പരാഗതമായിട്ട് ആയുർവേദത്തിൽ അഷ്ടാംഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വിട്ടികളുടെ തലയിൽ വെച്ച് കെട്ടരുതെന്ന് എഴുതും. ഇതുപോലെ വേറെയുണ്ട് ഒരുപാട് പദങ്ങൾ. നമ്മുടെ മലയാള ഭാഷയിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കൽ ഞാനൊരു പരിപാടിയിൽ പറഞ്ഞു, നമ്മുടെ കേരളത്തിൽ മാത്രം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇതുമല്ല, എല്ലാ സംസ്ഥാനത്തും എല്ലാ സമുദായത്തിലും ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു കാര്യം പറഞ്ഞു പോകണമെന്നുള്ളൂ. അത് നമ്മൾ ഒരു സമുദായത്തെ മാത്രം ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ഒരു നാടിനെ ഉദ്ദേശിച്ചോ അല്ല പറയുന്നത്. ഇതുപോലെ അടുത്ത നാടുകളിലും ദേശത്തും ജനങ്ങളുടെ ഇടയ്ക്കും സമുദായത്തിൻ്റെ ഇടയ്ക്കും എല്ലായിടത്തും ഉണ്ട്. അന്ധവിശ്വാസങ്ങളുണ്ട്, അനാചാരങ്ങളുണ്ട്, വിവരക്കേടുകളുണ്ട്, ഇങ്ങനെ ഭാഷാപ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഏതാ മെച്ചമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഭാഷയുടെ ഉത്ഭവം ഈ നാട്ടിൻപുറങ്ങളിൽ നിന്നാണ്. ഇനിയിപ്പോൾ ഞാൻ വേറൊന്ന് പറയാം. ഇപ്പോൾ തുത്ത് എന്നൊരു വാക്ക്, അത് നല്ല മനോഹരമായൊരു വാക്കാണ് തുത്ത്. മയിൽത്തുത്ത്. അത് മയിൽത്തുത്ത് എന്ന് പറഞ്ഞൊരു രസത്തിൻ്റെ പേര് തന്നെയുണ്ട്. കോപ്പർ സൾഫേറ്റിന് മയിൽത്തുത്ത് എന്ന് പറയും, തുരിശെന്ന് പറയും, മയിൽത്തുത്ത് എന്ന് പറയും. അതേപോലെ തന്നെ കോഴിത്തുത്ത്, അപ്പോൾ തുത്ത് പോലെ ഇരിക്കണം എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. എന്നാൽ അത് വളരെ മോശപ്പെട്ടൊരു പദമായി ചില സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. മധ്യ കേരളം കഴിഞ്ഞ് തെക്കോട്ട് പോയ ചില സ്ഥലങ്ങളിലൊക്കെ അത് ശരിക്ക് പറഞ്ഞാൽ തുത്ത് എന്ന് പറഞ്ഞ ശുദ്ധമായ തെറിയാണ്, ഒരു പെൺതെറി. ഇനി കൂടുതൽ പറയണ്ടല്ലോ. അതേപോലെ തന്നെ മറുവശത്തുണ്ട് മണ്ട. അത് പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ വാക്കുകൾ, നോവലുകളിലും ചെറുകഥകളിലൊക്കെ കാണാറുണ്ട്. തലമണ്ട നമ്മൾ പറയാറുണ്ട്, തെങ്ങിൻ്റെ മണ്ട പറയാറുണ്ട്. നിൻ്റെ മണ്ടയിലൊന്നും ഇല്ലടാ എന്ന് ചോദിക്കാറുണ്ട്. മണ്ടായി എന്ന് പറയുന്നുണ്ട്. ആ മണ്ടായി എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ തുത്ത് തെറിയാന്നുള്ള സ്ഥലത്ത് ഒരാൺതെറിയാണ് മണ്ടായി. അത് ഭയങ്കര തെറിയാണ് അവിടെ. ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ളതെങ്ങനെ കാലങ്ങളും വരുമ്പോൾ ജനങ്ങളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് സംസ്കാരത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പഴയ ചില ഭാഷകളൊക്കെ നമ്മൾ മാറ്റി കളഞ്ഞു, നിഘണ്ടൂര് പോലും ഇല്ലാണ്ടായി. അത് ഞാൻ ഇതിനോട് കൂടി പറയാം ഏതൊക്കെയാണ്. അതേപോലെ തന്നെ അവിടെ തെറി മറ്റുള്ള സ്ഥലത്ത് സഭ്യമായിട്ട്, അവിടെ അസഭ്യം ഇവിടെ സഭ്യമാണ്, നമ്മൾ നോക്കണം. അതേപോലെ തെക്കൻ ജില്ലകളിൽ ചില സ്ഥലത്ത് മൂത്രം ഒഴിക്കണതിന് പടുക്കുക എന്ന് പറയും. ഞാനൊന്ന് പഠിച്ചിട്ട് വരാം. ഇന്നിപ്പോൾ എല്ലാം പറഞ്ഞപ്പോൾ സാഹിബിൻ്റെ ഭാഷയിൽ പറഞ്ഞു യൂരിൻ പാസ് ചെയ്യാമെന്ന് പറഞ്ഞു, മലയാള വാക്കേ പോയി കഴിഞ്ഞു. അപ്പോൾ അത് ചില സ്ഥലത്ത് പടുക്ക വിരിക്കുക എന്ന് പറഞ്ഞാൽ മെത്ത വിരിക്കുക എന്നാണ്. അതും പ്രത്യേകിച്ച് പഴയ കാലത്ത് സ്ത്രീകൾ ഋതുവായി കുളിച്ചു വന്നാൽ കളം വരച്ച് പടുക്ക വിരിച്ച് അതിലിരുത്തിയെന്ന്, അങ്ങനെ പാട്ടുകളൊക്കെ ഉണ്ട്. പടുക്ക വിരിച്ച് അതിലിരുത്തി. നോവലിൽ ഈ പടുക്ക വിരിച്ചിരുത്തുന്നതൊക്കെ പറയുന്നുണ്ട്. വാടകയ്ക്കൊരു ഹൃദയത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളിലും ഇതിനെ പറ്റിയിട്ട് അവർ കുളി കഴിഞ്ഞാൽ പടുക്ക വിരിച്ചിരുത്തുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതിവിടെ മേന്മയോടിട്ട് ചെയ്യുന്നത്, നല്ലൊരു ആചാരമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതൊക്കെ പോയിട്ടും
മറു സ്ഥലത്ത് അത് അസഭ്യമായിട്ടുള്ളൊരു വാക്കുമായി. എത്ര വിരോധാഭാസം നമ്മുടെ കൊച്ചു കേരളത്തിലാണിത് ഇതെല്ലാം സംഭവിക്കുന്നത്. നമ്മൾ ഭാഷയെപ്പറ്റി ഊറ്റം കൊള്ളരുന്ന് പറഞ്ഞാൽ അതാണ്. അതേപോലെ എന്തിന് ഈ തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന നഗരിയിൽ കൊച്ചു കുട്ടികളെ ഓമനത്തോട് വിളിക്കുന്നത് എന്താ? അപ്പി എന്നാണ്. അപ്പി എന്ന് പറഞ്ഞാൽ കുട്ടികൾ പുറത്തേക്കിടുന്ന സാധനത്തിൽ ഈ അപ്പി എന്ന് പറയും. അവരതാണ് കൊച്ചു കുട്ടികൾ ഓമനത്തോട് വിളിക്കുന്നത്. എന്നടാ അപ്പി എന്ന് വയ്ക്കണം. അപ്പി എന്നാണ്. ഇവിടെ ആണെങ്കിൽ കുട്ടി അപ്പി ഇട്ടു എന്ന് പറയും. അതാണ് വാക്യത്തിൽ. അപ്പോൾ അവിടെ നല്ലൊരു വാക്കും ഇവിടെ ചീത്ത വാക്കുകളുമായി തീർന്നു. അതേപോലെ വേറൊരു വാക്കാണ് തൊലിക്കുക. അത് തനി നാടൻ തെരിയാണ്. തേപ്പും തെരി നിലത്ര അസഭ്യമായിട്ടുള്ള വഴിയിൽ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തീരെ സംസ്കാരമില്ലാത്ത ആൾക്കാർ ഉച്ചരിക്കുന്നൊരു വാക്കാണ് തൊലിക്കുക. ഞാനിപ്പോൾ പറയാൻ തന്നെ കാരണം ഇത് പല സ്ഥലത്തും സഭ്യമായിട്ടുള്ള വാക്കാണ് കേട്ടോ. മറ്റുള്ള ചില സ്ഥലത്ത് അത് സഭ്യമായ വാക്കാണ്. പഴം തൊലിക്കുക, ഉള്ളി തൊലിക്കുക, ചക്കക്കുരു തൊലിക്കുക, അതാണ് പറയുന്നത്. വേറെ സ്ഥലത്താണെങ്കിൽ തൊലിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ പണ്ട് അടി കിട്ടും. അവിടെ അത് ചീത്ത വാക്കുകളായി. അപ്പോൾ ഒരേ പദങ്ങൾ തന്നെ പല സ്ഥലത്തും പല വിധത്തിലാണ് പ്രയോഗിക്കുന്നത്. അതേപോലെ ഈ സഭ്യമായ വാക്കുകൾ സഭ്യമായ രീതിയിലുണ്ട് കേട്ടോ. ഇപ്പോൾ വടക്കൻ ഭാഗങ്ങളിൽ കൂട്ടം കൂടുക എന്ന് പറഞ്ഞാൽ സംസാരിക്കണേനാണ്. നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് കൂട്ടം കൂടിയിരിക്കുക. നേരെ മറിച്ച് വേറെ സ്ഥലത്തേക്ക് എന്നാൽ കൂട്ടം കൂടുന്ന ആൾക്കൂട്ടമാണ്. 144 പ്രഖ്യാപിക്കുമ്പോൾ ഒക്കെ നമുക്ക് മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞു കൊണ്ടുപോകും. പത്രങ്ങളിലെ കാണാം കൂട്ടം കൂടി നിൽക്കരുത്, 4 പേര് കൂടുതൽ കൂട്ടം കൂടാൻ പാടില്ല. അവിടെ ആൾക്കൂട്ടത്തിനെയാണ് കൂട്ടം എന്ന് പറയുന്നത്. ഇവിടെ സംസാരത്തിനെയാണ് കൂട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാക്കുകൾ തന്നെ പല ഭാഗത്തും പല വിധത്തിൽ. ഇനി വേറെ സ്ഥലത്ത് വേറെ വിധത്തിൽ വരും കേട്ടോ. അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ വിധത്തിലാണ്. നമ്മുടെ ഭാഷയിൽ ഒരുപാട് പുതിയ വാക്കുകൾ കടന്നുകൂടിയുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയയും വന്നേപ്പിലാണ് ഏറ്റവും കൂടുതൽ. ആദ്യം ഈ പുതിയ വാക്കുകൾ കടന്നുകൂടിയതെല്ലാം കോളേജ് ക്യാമ്പസുകളിൽ നിന്നും പിന്നെ പത്രമാധ്യമങ്ങളിൽ കൂടിയാണ്. കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് വന്ന വാക്കുകളാണ് കിണ്ണൻ. അതിപ്പോൾ കേൾക്കാനേ ഇല്ല. കിണ്ണനായിട്ടുണ്ട് കേട്ടോ. അടിപൊളി, അത് കോളേജ് കുമാരന്മാരുടെ വായിൽ നിന്ന് വന്ന വാക്കാണ്. അത് എന്നാൽ വളരെ മനോഹരമായൊരു വാക്കായിട്ടാണ് എടുക്കുന്നത്. അടിപൊളിയായിട്ട് കേട്ടോ എന്ന് പറയും. അടിപൊളി എന്ന് നിശേഷം നശിപ്പിക്കുന്നതിനാണ് അടിപൊളി എന്ന് പറയുന്നത്. അത് നല്ല വാക്കുകളായിട്ട് മാറി. ഇനി കുറേ കഴിഞ്ഞാൽ നിഘണ്ടുവിൽ ഈ അടിപൊളി എന്നുള്ള വാക്കാ നല്ലതായിട്ട് വയ്ക്കുള്ളൂ. തച്ചുടയ്ക്കണേന് അത് പറയില്ല. അതേപോലെ ഇപ്പോൾ ചിലത് വന്നിരിക്കുന്നതാണ് ഉഡായിപ്പ് വാക്ക്. അതേപോലെ തേച്ചൊട്ടിക്കുക, കണ്ടം വഴി ഓടി, അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് ഓർമ്മയിൽ ഇങ്ങനെ ആലോചിച്ചാൽ നമുക്കറിയാം. നമ്മൾ ദിനംതരം ഇപ്പം അത് പറഞ്ഞ് സർവ്വസാധാരണമായി. പത്രമാധ്യമങ്ങളിൽ നിന്ന് ആദ്യം നല്ല നല്ല ഭാഷ വന്നിരുന്നു. അത് ഇന്നും നല്ല രീതിയിലുണ്ട്. അതായത് പത്ര റിപ്പോർട്ടർമാർ ഇപ്പോൾ ഒരു തലമാണ് കള്ളൻ കപ്പലിൽ തന്നെ, ഇന്ന് സർവ്വസാധാരണമായിട്ടുള്ളത്. അത് പത്ര റിപ്പോർട്ടർമാരുടെ നിന്ന് വന്ന വാക്കാണ്. ഒക്കെ അന്വേഷിച്ചിട്ട് കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. ഒരു പ്രമാദമായ കേസിന് കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ കപ്പൽ എന്ന് പറഞ്ഞാൽ ചുറ്റും വെള്ളമില്ലാത്തതിൻ്റെ ഉള്ളിലുള്ള കപ്പൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് കറങ്ങാനുള്ളൂ. അത് നല്ലൊരു പ്രയോഗമാണ്. അങ്ങനെ ഒരുപാട് മനോഹരമായ പദങ്ങൾ നമ്മൾ ഈ പത്രമാധ്യമങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഞാൻ സോഷ്യൽ മീഡിയ കുറ്റം പറയല്ല, അതിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരു താള നിലവാരം പുലർത്തുന്നു. അതെന്താ വെച്ചാൽ അസഭ്യമല്ല, എന്താ സഭ്യമല്ല, ഒരു ജാതി ഭാഷകളാണ്. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതുണ്ട്. അതിനകത്ത് വൾഗറുണ്ട്, അത് വേറെ. അല്ലാണ്ട് തന്നെ ഒരു നല്ല ഭാഷ സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങനെ അധികം കാരണം അവരെ കുറ്റപ്പെടുത്തുക അല്ലാട്ടോ അങ്ങനെയാണ്. അപ്പോൾ വരട്ടെ, നല്ല നല്ല ഭാഷകൾ വരാം. പല ഭാഷകൾ ഇപ്പം തന്നെ നമ്മുടെ നിഘണ്ടുവിൽ നമ്മൾ മാറ്റം കൂടാണ്ട് തന്നെ ചില ഭാഷകൾ നമ്മൾ ചീത്തായി എന്ന് തോന്നുമ്പോൾ ഇപ്പം തന്നെ മനുഷ്യൻ പുരോഗമിച്ച് സംസ്കാര സമ്പന്നനായപ്പോൾ
പല ഭാഷകളും നമ്മൾ മാറ്റിക്കളഞ്ഞു. ഇപ്പം നമ്മളെന്ത് നോക്കും, പണ്ട് മലം പറയും, അതേപോലെ അതിക്ക് മുമ്പ് എന്താണ് ചീത്ത വാക്കുണ്ട്, തീട്ടം. അത് ഇതെടുത്ത് പറയാൻ കാരണം ഈ ഇടക്കാലം കൊണ്ട് ബുദ്ധിജീവികളായിട്ടുള്ള വലിയ എഴുത്തുകാരൊക്കെ അവരുടെ നോവലുകളിലൊക്കെ അത് വേണമെന്ന് വെച്ച് എഴുതി ചേർത്തുണ്ട്. തീട്ടം, മൂത്രം, അവർക്കത് വച്ചാലേ ആ പുസ്തകത്തിനൊരു ഇതുള്ളൂ എന്നുണ്ട്. ഈ അടുത്ത കാലം വരെ ഉണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അങ്ങനെയുള്ള പുസ്തകം നോക്കണില്ല. മറ്റേത് പുസ്തകത്തിലും പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർ, OV വിജയൻ പോലും അതിൽ ഇങ്ങനെയുള്ള വാക്കുകളായിരുന്നു. അത് വലിയൊരു മഹിമയായിട്ടാണ് പറഞ്ഞിരുന്നത്. ഹായ്, അത് ഇതാണ്ടോ, ഇതാണ് റിയലിസ്റ്റിക്, പച്ചയായിട്ട് എഴുതിയിരിക്കുന്നു എന്ന്. അപ്പോൾ അങ്ങനെ കുറേ അങ്ങനെ പോയിട്ടുണ്ട്. ആ വാക്കുകളൊക്കെ ഇപ്പോൾ പോയത്, ഇപ്പോൾ ആരും അത് ഉച്ചരിക്കുന്നില്ല. നമുക്ക് പറയാൻ തന്നെ ഒരു അവജ്ഞയാണ്. ഞാൻ ഇപ്പോൾ അവജ്ഞയോടുകൂടി തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും സംസ്കാരമില്ലാത്ത അതൊക്കെ ഇങ്ങനെ കാലക്രമത്തിൽ തേഞ്ഞു മാഞ്ഞു പോകും. എന്നിട്ട് ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിതുപോലെ നമ്മുടെ നാടൻ രീതിയിൽ കക്കൂസ് എന്നേ പറയുള്ളൂ. ഇപ്പോഴും അതെ, പത്രങ്ങളിലൊക്കെ ഇപ്പം അതിനൊന്നും കൂടി പരിഷ്കരിച്ചു. ശുചിമുറി എന്നാക്കി, കുളിമുറി എന്നാക്കി. പക്ഷേ ശരിയായ പദം കക്കൂസ് തന്നെയാണ്. കുളിമുറി എന്ന് പറഞ്ഞാൽ കുളിക്കാനുള്ളതാണ്, ശുചീകരിക്കാനുള്ളതാണ്. ഇപ്പോൾ സായിപ്പന്മാർ വാഷ്റൂം, കഴുകാനുള്ള മുറിക്കല്ലേ വാഷ്റൂം എന്ന് പറയുന്നത്. ബാത്റൂം കുളിക്കാനുള്ളതാണ്. അതിൻ്റെ പഴയ വാക്ക് ലാറ്റിൻ. ഇപ്പോൾ ലാറ്റിൻ ആരും പറയില്ല, അത് ചീപ്പ് വാക്ക്. അപ്പോൾ അങ്ങനെ മാറിയത് ഞാൻ കുറ്റം പറഞ്ഞ അങ്ങ് വരട്ടെ. ഭാഷയിൽ പുതിയ വാക്കുകൾ വല്ലാണ്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത അസഭ്യം തോന്നുന്ന വാക്കുകളൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് പുതിയതിനെ സ്വീകരിക്കണം. അത് ആവശ്യമാണ്. അതുപോലെ എല്ലാ കാര്യത്തിനും നമുക്ക് മാറ്റങ്ങൾ വേണം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ എന്ന് മാത്രമല്ല, ഒരു സ്ഥലത്തെ രീതി ആയിരിക്കില്ല വേറെ സ്ഥലത്ത്. ഭക്ഷണത്തിലായാലും ആചാരത്തിലായാലും വസ്ത്രത്തിലായാലും ഭാഷയിലായാലും പലതിലും നമ്മൾ നോക്കിക്കോളും. ഞാനിത് ഓരോ തുണ്ടുമുറിയായിട്ട് ഓരോ എപ്പിസോഡുകളിലും ചിലപ്പോൾ പറയുന്നുണ്ട്. തെക്കൻ രീതിയിലായിരിക്കില്ല മധ്യ കേരളത്തിൽ, വടക്കോട്ട് പോയ വേറെ രീതിയായിരിക്കും. ഞാൻ ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല, ഇതുപോലെ എല്ലായിടത്തും ഉണ്ടാവും, ലോകത്തെമ്പാടും ഉണ്ടാവും. ഇത് നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ മാത്രമല്ല, ഏത് കാര്യം പറഞ്ഞാലും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇതൊക്കെ ഇങ്ങനെയുണ്ട്. ഭാഷ വന്ന് തന്നെ അങ്ങനെയാണല്ലോ. വന്ന് മനുഷ്യൻ പുരോഗമിച്ച് കഴിയുമ്പോൾ മാറ്റങ്ങൾ വന്ന് പുതിയ രീതിയിലേക്കൊക്കെ എത്താണ്. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയാം, ചിലർ പറയും ഭക്ഷണം ശരിയല്ല, ഞങ്ങളുടെ ശരി. തെക്കൻ അവൻ്റെ ഭക്ഷണം എന്താ ഭക്ഷണം, വടക്ക ഇതൊക്കെ ഒരു ഇത്. അതേപോലെ തന്നെ സംസാരം അവൻ്റെ ഭാഷ എന്ത്, നിൻ്റെ ഭാഷ അവരുടെ എന്താ ആചാരം, ഇവരുടെ ഞങ്ങളുടെ ആചാരമാണ് ശരി. അങ്ങനെ ആരും ഊറ്റക്കൊള്ളണ്ട. എല്ലാവരുടെയും ആചാരങ്ങളും ഭക്ഷണവും ഭാഷയൊക്കെ ഒന്ന് തന്നെ. അത് അവർ ഉച്ചരിക്കുമ്പോൾ അത് അവരുടെ അടിക്ക് വരുമ്പോൾ നല്ലതായിട്ട് തോന്നും. നമ്മൾ ഇപ്പോൾ ഞാനൊന്ന് പറയാം, നമ്മൾ എല്ലാത്തിനും നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. അതാണ് വേണ്ടത്. ഏത് വന്നാലും നന്നായിട്ടുണ്ടോ, അതിന് മനോഹാരിതയുണ്ടോ, അതിന് അസഭ്യമായിട്ട് ഏതെങ്കിലും കലർന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ആദ്യം ചിന്തിക്കുക. ചിന്തിച്ചിട്ട് അതിന് നല്ല വശങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ട് നല്ല രീതിയിൽ അത് എടുക്കുക. ഇപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് ഞാൻ പറഞ്ഞ ആചാരങ്ങൾ എന്താചാരം, അതാ നാടിൻ്റേതായ ആചാരം പല വിധത്തിൽ ഞാൻ പറഞ്ഞു. അതിൻ്റെ തുടക്കം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നുമാണ് അവനെ. നാടിന് മാത്രമല്ല, ഓരോ വീട്ടിലും ആചാരമുണ്ട്. അത് പൂർവികന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ തലമുറക്കാർ ഓരോരുത്തർ അതാ വീട്ടിലെ ആചാരങ്ങൾ പിന്തുടർന്ന് പോകണോ, അതങ്ങനെയുണ്ട്. അതേപോലെ തന്നെ ആ നാടിൻ്റേതായതുണ്ട്, വേറെ നാടിന് അതിൻ്റേതായ ഒരു രീതിയാണ്. അത് അമ്പലത്തിൽ ഉത്സവങ്ങളായാലും അതൊക്കെ ഓരോ വിധത്തിലുണ്ട്. ഞാനൊരു എപ്പിസോഡിൽ അനുഷ്ഠാനം വേറെ ആചാരം വേറെ. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ അനുഷ്ഠിക്കേണ്ടതാണ്. അതിന് ചില നിഷ്കർഷകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്ഷേത്രാരാധനകൾ, അതേപോലെ പള്ളികളിൽ അതിൽ ആരാധനകളും വ്രതങ്ങളും നോമ്പുകളൊക്കെ അത് അനുഷ്ഠാനമാണ്. അതിനത് ചെയ്യണമെന്നും അത് ഏത് വിധത്തിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ചിലപ്പോൾ ആചാരത്തിൽ കടന്നുകൂടും. അതായത് ചിലർ വ്രതം എടുത്തു കഴിഞ്ഞാൽ വെറും ഇളനീര് കഴിക്കുള്ളൂ, ചിലർ ഒന്നും കഴിക്കില്ല. അത് അവരുടെ ആചാരമാണ്, അത് ഓരോരുത്തരുടെ രീതി ആണ്.
അതേപോലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ചിലർ ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളൂ, ഈ തെക്കരുടെ അവിൽ എന്താ വില, സാമ്പാർ കുടിക്കണം, അതിന് മീൻ കറി. തെക്കര് പറയും മീൻ വയ്ക്കാൻ ഞങ്ങൾക്കറിയുള്ളൂ, നിങ്ങൾക്കറിയില്ല, ഞങ്ങൾ കുടംപുളി ഇട്ട് വെച്ചാൽ ആ കുടംപുളി ഇട്ട് ആ ചേരുവ ചേർത്ത മലബാറുകാരൻ വെച്ചാലും നേരെയാവും, കേരളത്തിൽ എവിടെ വെച്ചാലും ഒന്നും വേണ്ട ഡൽഹിക്കാരൻ വെച്ചാലും ശരിയാവും. ആ രീതിയിൽ പഠിക്കണം. അല്ലാണ്ട് നമ്മൾ അതിന് ഊറ്റം കൊണ്ടിട്ടോ അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടോ കൊല്ല. ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കൂ, നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കയറിയിട്ട് കോണ്ടിനെൻ്റൽ ഫുഡിന് നമുക്ക് സ്വാദ് തോന്നും. ചൈനക്കാർ മാംസത്തിൽ പതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മേശപ്പുറത്ത് വരുമ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറിയ സ്റ്റാർ ഹോട്ടലിൽ കയറി ഉഗ്രനായിട്ടെന്ന് പറയും. അവനാ അതെന്താ സ്റ്റാർ ഹോട്ടലായതുകൊണ്ട്. ഒരു നാട്ടുവീട്ടിലാണെങ്കിൽ അവനത് ചീപ്പായിട്ട് തോന്നും. അപ്പോൾ അതിന് എല്ലാത്തിനും ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ കാണാം മണിന്നിരിക്കും, കൂട്ടാൻ ഉപ്പും പുളിയോ എരിവൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ രീതി ഏതാണ്, ആ കാലം മാറി. അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുന്നതിനനുസരിച്ച് പതുക്കെ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ഉൾക്കൊള്ളുന്നവരുള്ളതുകൊണ്ട് നമ്മളതിനെ പുച്ഛിക്കാനോ വിമർശിക്കാനോ ഉള്ളു. എനിക്ക് വേണ്ട ഞാനിത് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. എങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ഇതിൽ പണ്ട് നമ്മളെല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിച്ച് നോക്കാം. പക്ഷേ എൻ്റെ ഓർമ്മയിൽ വന്നതൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മയിൽ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വരുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയത് എല്ലാത്തിലും ഉണ്ട്. ഇത് മാറ്റങ്ങൾ വേണം. അത് മാറി വരണം. നമ്മൾ മുന്നോട്ടാണ് പോണത്, കീഴ്പോട്ടല്ല. ഇനിയൊരു 19 കൊല്ലം കഴിയുമ്പോൾ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടുള്ളോ അല്ലെങ്കിൽ ചൊവ്വയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അത് വെച്ച് നമ്മൾ ആ കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമ്മൾ നീന്താം. ഇനി വേറൊരു വിഷയമായി വീണ്ടും കാണാം. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കളും നന്ദി, നമസ്തേ.